ആദ്യം ഒരു സിനിമാ സ്റ്റൈൽ തട്ടിക്കൊണ്ടുപോകൽ വാർത്തയിലേക്കാണ്. തിരുവനന്തപുരത്ത് വ്യവസായികളെ തട്ടിക്കൊണ്ടുവന്ന് ചങ്ങലക്കിട്ടു. നെയ്യാറ്റിൻകര ഉദയൻകുളങ്ങരയിലാണ് സംഭവം. തമിഴ്നാട് സ്വദേശികളായ 2 വ്യവസായികളെയാണ് തട്ടിക്കൊണ്ടുവന്നത്. രഹസ്യവിവരത്തെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ഇവരെ മോചിപ്പിക്കുകയായിരുന്നു. പോലീസ് എന്ന വ്യാജേനയാണ് തമിഴ്നാട്ടിലെത്തി വ്യവസായികളെ തട്ടിക്കൊണ്ടുവന്ന് 50 ലക്ഷം രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ടത്. വിവരങ്ങളുമായി റിനു ശ്രീധർ തിരുവനന്തപുരത്ത് ചെയ്തു. റിനു, എന്ത് ലക്ഷ്യമിട്ടായിരുന്നു ഈ തട്ടിക്കൊണ്ടുപോകൽ? സുഹൈല്, തമിഴ്നാട് കൃഷ്ണപുരം സ്വദേശികളായിട്ടുള്ള യൂസുഫ് അതുപോലെ തന്നെ ജാഫർ എന്നീ വ്യവസായികളെയാണ് ഇന്നലെ നെയ്യാറ്റിൻകര സ്വദേശികളായിട്ടുള്ള 5 പേർ ചേർന്ന് തട്ടിക്കൊണ്ട് വന്നത്. പാറശാല ഉദയൻകുളങ്ങരയിലെ ആൾപ്പാർപ്പില്ലാത്ത വീട്ടിൽ ഇവരെ ചങ്ങലയ്ക്ക് ബന്ദിയാക്കിയിട്ടിരിക്കുന്നൊരു സാഹചര്യമാണ്. പോലീസ് മറ്റൊരു കഞ്ചാവ് കേസിലെ പ്രതിയെ തിരക്കി ഈ വീടിന് സമീപം എത്തുന്നു. തുടർന്ന് ഈ വീട്ടിലും പരിശോധന നടത്തുന്നു. അപ്പോഴാണ് ഇവരുടെ നിലവിളി പുറത്തേക്ക് കേൾക്കുന്നത്. ഉടൻ തന്നെ പോലീസ് ഈ വീട്ടിലേക്ക് എത്തി പരിശോധന നടത്തുമ്പോൾ 5 പേർ ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചു. അതായത് ഈ തട്ടിക്കൊണ്ടുപോയ 5 പേർ ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നു. പോലീസ് ഇവരെ പിന്തുടർന്ന് 4 പേരെയും പിടികൂടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നെയ്യാറ്റിൻകര കൃഷ്ണൻ കോവിലിന് സമീപം താമസിക്കുന്ന അഭിരാം, വട്ടവിള സ്വദേശി സാമുവൽ തോമസ്, ഉദയൻകുളങ്ങര സ്വദേശി ബിനോയ്, അതുപോലെ തന്നെ വട്ടവിള സ്വദേശി വിഷ്ണു എന്നിവരെയാണ് പോലീസ് നിലവിൽ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഇവരെ പോലീസിന്റെ വേഷം ധരിച്ചാണ് തമിഴ്നാട്ടിലെത്തി വാഹനത്തിൽ കയറ്റി ഇവിടേക്ക് കൊണ്ടുവന്നത് എന്നുള്ള വിവരമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. വ്യാജ ID കാർഡ് ഉൾപ്പെടെ പോലീസിന്റെ ID കാർഡ് ഉൾപ്പെടെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഒരാൾ ഓടി രക്ഷപ്പെട്ടു. ഇയാളെയും ഉടൻ പിടികൂടും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഏകദേശം 50 ലക്ഷം രൂപ ഇവരെ വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബന്ധുക്കളോട് ആവശ്യപ്പെട്ടു എന്നുള്ളൊരു വിവരവും ലഭിക്കുന്നുണ്ട്. സുഹൈൽ, റിനു ശ്രീധരാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.